ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമ്മളെ ചെടികളൊക്കെ അത്യാവശ്യം വലുതായി ഒന്നിൽ പൂവൊക്കെ ഇടലെടുത്തിട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മളെ പണികളൊക്കെ ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ഇനി നല്ലൊരു മഴ പാറ്റിൽ വന്നപ്പോൾ വേഗം പുറത്തത്തെ തുണികളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണമല്ലോ അല്ലേ. അപ്പോൾ അതാണ് കേട്ടോ ഈ കണ്ടത്. അപ്പോൾ ആ വെക്കുന്നതിൻ്റെ ചാടിക്കളിയായിരുന്നു കേട്ടോ ഇളക്കം. അപ്പോൾ എന്തായാലും ഞാൻ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാനുള്ളത് വിരിച്ചിട്ടു. പിന്നെ അതിലുള്ളതൊന്നൊക്കെ എടുത്തത് അകത്തേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുണികളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ ഉണങ്ങാനിടാനും വെയിൽ കാണുമ്പോൾ പുറത്തേക്ക് ഇടുക, മഴ വരുമ്പോൾ അകത്തേക്ക് വീണ്ടും കൊണ്ടുപോവുക. അങ്ങനെ ഒരു ശരിക്കും അങ്ങോട്ട് ഉണങ്ങി കിട്ടൂലല്ലോ. പിന്നെ വാഷിംഗ് മെഷീൻ ഉള്ളവർക്കൊക്കെ സുഖമാണ്, അതിലിട്ടുണ്ട് ഉണക്കിയാൽ മതിയല്ലോ അല്ലേ. നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ, പക്ഷെ അതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. കറണ്ട് നമ്മൾ ഫുള്ളായിട്ട് കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കറണ്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ കറണ്ടിൻ്റെ പണി കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പ്ലംബിങ്ങിൻ്റെ വർക്കും കൂടി കഴിയണം, എന്നാലേ നമുക്ക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് അടുക്കളയിലെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും തുണികളൊക്കെ കൊണ്ട് വിരിച്ചിട്ടിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാക്കുന് നെറ്റ് വർക്ക് ആവുകൊണ്ട് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ആളെ വിളിക്കാറില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ സ്വയം എണീറ്റ് വരും. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയം നമ്മൾ സ്വിപ്പാന്ന് പറയട്ടിനോട്. അപ്പോൾ ഞാൻ എന്തായാലും അവരൊക്കെ എണീക്കുമ്പോൾ കുറേ ടൈം ആവില്ല. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ കഴിക്കുകയാണ് കേട്ടോ. എന്നാൽ തന്നെ സമയം 1:30-2 മണിക്ക് ആവാനായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡിന് നല്ല പാവയ്ക്കുപ്പേരിയും വെണ്ട മുളക് കറിയാണ് കേട്ടോ. പിന്നെ കൂടെ തന്നെ നല്ല അടിപൊളി അച്ചാറുണ്ട് കേട്ടോ, വെളുത്തുള്ളി അച്ചാറാണ്. അപ്പോൾ ഞാനെന്തായാലും ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇനി ആരെയും കാത്തു നിൽക്കണമൊന്നുമില്ല കേട്ടോ. വെണ്ട മുളക് കറി പുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങ അരക്കാതെ വെക്കൂലേ, ആ കറിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞാനിതാ മോൻ വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ച കുറച്ച് സേമിയ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പാലും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചായക്ക് എടുത്തതാണ്. അപ്പോൾ ഞാൻ പിന്നെ ചായ ആക്കിയില്ല, നേരെ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പായസം വെക്കാനുള്ള സേമിയ ഇതാ ഞാൻ പൊട്ടിച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാനാണ് കേട്ടോ. പിന്നെ പാല് കറണ്ട് അടുപ്പിൽ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. ഞങ്ങൾ 5 പേർക്ക് ഓരോ ഗ്ലാസ് കഴിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അന്നത്തെ ബാക്കി കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അതാണ്. അപ്പോൾ 4 മണിക്ക് എനിക്ക് ചായയാണ് കേട്ടോ കിട്ടേണ്ടത്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതാ പാല് പാത്രത്തിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ പുതിയ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ സേമിയ വറക്കണ പാത്രം ഒക്കെ പുതിയതാണ്. പിന്നെ മൺചട്ടി പറഞ്ഞാൽ അത് കുറേ കാലമായി, നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് പഴയ മൺചട്ടിയാണ് കേട്ടോ. അങ്ങനെ സേമിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്, പാലും തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാലിലേക്ക് ഞാൻ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പിന്നെ കുറച്ച് നമ്മളെ ചവ്വരി ഉണ്ടല്ലോ, ചവ്വരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ സാവുനരി എന്ന് പറയും കേട്ടോ, മലപ്പുറത്ത് ചവ്വരി എന്നും പറയും ചില ഭാഗങ്ങളിൽ. അപ്പോൾ ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചവ്വരി എന്ന് പറഞ്ഞത് കേട്ടോ. സാവുനരി എന്നാണ് ഞങ്ങളിവിടെയൊക്കെ പറയാം. അങ്ങനെ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നെയ്യൊക്കെ എടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി അത് തണുക്കുമ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ പിന്നെ ഒരുപാട് നമ്മൾ തിക്കാക്കുമ്പോൾ അത് കഴിക്കാനൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പായസം ആകുമ്പോൾ കുറച്ചൊക്കെ ഒരു ലൂസ് വേണം. ഒരുപാട് കട്ടിയിലാകുമ്പോൾ നമ്മൾ സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയ പോലെ ആവും കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടൊക്കെ അത്യാവശ്യം ആറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഒന്നും കൂടി ആറാണ്ട് കേട്ടോ. അപ്പോൾ മോൻ വരാനായിട്ടുണ്ട്. അപ്പോൾ മോൻ വരുമ്പോഴത്തേനും അത് ചൂടൊക്കെ ആറി റെഡി ആയിക്കോളും. അപ്പോൾ സമയം കുറേ ആയി, മോൻ്റെ വണ്ടി ഇപ്പോൾ വരാനായിട്ട്. അപ്പോൾ ഒച്ച കേട്ടപ്പോൾ ഒന്ന് പുറത്ത് പോയി നോക്കിയതാണ്, അപ്പോൾ മോനല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും എന്ന് കരുതുന്നു. സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം.